നമസ്കാരം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കീമോയെ കുറിച്ചാണ്. കാരണം വെച്ചാൽ എന്നെ കാണാൻ വരുന്ന പലരും ചോദിക്കാറുണ്ട് കീമോ എന്താണെന്ന്. അതറിയാത്തവർ പലരുമുണ്ട്. കീമോ നമുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് കയറിയെന്നൊന്നും വരില്ല. കാരണം വെച്ചാൽ കയ്യിൽ കൂടി കയറുന്നതല്ലേ. ചിലപ്പോൾ ഓരോ കീമോ ചെയ്യുമ്പോൾ 4 മണിക്കൂറൊക്കെ നമ്മൾ ഒരേ കിടപ്പ് കിടക്കേണ്ടതിന് ചിലപ്പോൾ കൈയൊന്ന് അങ്ങോട്ട് അനങ്ങിയാൽ അത് സ്പ്രെഡായി പോവും, നമുക്ക് ചൊറിയും. പിന്നെ അത് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സ്വകാര്യ ഭാഗത്തേക്കൊക്കെ ഒരു ചൊറിച്ചൽ വരും. അതൊക്കെ ഒരു അസഹനീയമായൊരു ചൊറിച്ചലാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇതെന്താണ് എന്നൊക്കെ വിചാരിച്ചു പോകും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങ് മാറിപ്പോകും. പിന്നെ എന്താ ഈ കീമോ കയറി വരാനാണ് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരിക. പിന്നീട് അത് അങ്ങനെ ശീലിച്ച് വരുമ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ കിടക്കുമ്പോൾ അങ്ങനെ താനേ അങ്ങ് കയറിപ്പോവും. പിന്നെ അതിൻ്റെ വേദനകളും ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്കുണ്ടാകുക. അതൊക്കെ പിന്നീട് നമ്മൾ സ്വാഭാവികമായിട്ട് അതുമായിട്ട് നമ്മൾ തരണം ചെയ്ത് വരും. പിന്നീടുള്ളതൊക്കെ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കീമോയെ കുറിച്ചാണ്. കാരണം വെച്ചാൽ എന്നെ കാണാൻ വരുന്ന പലരും ചോദിക്കാറുണ്ട് കീമോ എന്താണെന്ന്. അതറിയാത്തവർ പലരുമുണ്ട്. കീമോ നമുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് കയറിയെന്നൊന്നും വരില്ല. കാരണം വെച്ചാൽ കയ്യിൽ കൂടി കയറുന്നതല്ലേ. ചിലപ്പോൾ ഓരോ കീമോ ചെയ്യുമ്പോൾ 4 മണിക്കൂറൊക്കെ നമ്മൾ ഒരേ കിടപ്പ് കിടക്കേണ്ടതിന് ചിലപ്പോൾ കൈയൊന്ന് അങ്ങോട്ട് അനങ്ങിയാൽ അത് സ്പ്രെഡായി പോവും, നമുക്ക് ചൊറിയും. പിന്നെ അത് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സ്വകാര്യ ഭാഗത്തേക്കൊക്കെ ഒരു ചൊറിച്ചൽ വരും. അതൊക്കെ ഒരു അസഹനീയമായൊരു ചൊറിച്ചലാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇതെന്താണ് എന്നൊക്കെ വിചാരിച്ചു പോകും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങ് മാറിപ്പോകും. പിന്നെ എന്താ ഈ കീമോ കയറി വരാനാണ് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരിക. പിന്നീട് അത് അങ്ങനെ ശീലിച്ച് വരുമ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ കിടക്കുമ്പോൾ അങ്ങനെ താനേ അങ്ങ് കയറിപ്പോവും. പിന്നെ അതിൻ്റെ വേദനകളും ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്കുണ്ടാകുക. അതൊക്കെ പിന്നീട് നമ്മൾ സ്വാഭാവികമായിട്ട് അതുമായിട്ട് നമ്മൾ തരണം ചെയ്ത് വരും. പിന്നീടുള്ളതൊക്കെ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.